അതെനിക്ക് കൂടുതൽ സമയമില്ല. ഞങ്ങൾ ഇതേപോലെ ലോക്ക് വാങ്ങിയിട്ട് ഇവിടുത്തെ ടോയ്ലറ്റ് നോക്കി. വടകരയിൽ കക്കൂസ് മാലിന്യം പൊതുസ്ഥലത്തേക്ക് ഒഴുക്കുന്നതായ പരാതിയിൽ നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. മാർക്കറ്റ് റോഡിൽ സെന്റ് ആന്റണീസ് സ്കൂളിന് എതിർവശത്തു നിന്നും ചോളം വയലിലേക്ക് പോകുന്ന റോഡിലേക്കാണ് തില്ലേരി കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കക്കൂസ് മാലിന്യം ഒഴുകി സമീപവാസികൾ ദുരിതത്തിലായത്. ദുർഗന്ധം കാരണം സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവരും യാത്രക്കാരും ബുദ്ധിമുട്ടിലായിരുന്നു. ദിവസവും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പോകുന്ന റോഡിലൂടെയാണ് മാലിന്യജലം ഉൾപ്പെടെ പുറത്തേക്ക് ഒഴുകുന്നത്. പലരും ഇതിൽ ചവിട്ടിയാണ് നടന്നു പോകുന്നത്. നിരവധി ജീവനക്കാർ പ്രവർത്തിക്കുന്ന ബാങ്കിൽ 3 ശുചിമുറികളുണ്ട്. എന്നാൽ ഇവയ്ക്ക് ആവശ്യമായ വലുപ്പം ടാങ്കുകൾക്കില്ല. ഇതാണ് മാലിന്യം നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകാൻ കാരണം. ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിലെ ശുചിമുറി ഉപയോഗിക്കാൻ പാടില്ലെന്ന നിർദ്ദേശം നൽകി അടച്ചു. കൂടാതെ മലിനജലം പുറത്തേക്ക് ഒഴുക്കിയതിന് കെട്ടിട ഉടമയ്ക്ക് 50,000 രൂപ പിഴയിട്ടതായും ക്ലീൻ സിറ്റി മാനേജർ രമേശൻ അറിയിച്ചു. പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അജുന ബിയും പരിശോധനയിൽ പങ്കെടുത്തു. വടകര നഗരസഭയിലെ 8ാം വാർഡിൽപ്പെട്ട ചോളം വയൽ റോഡിൽ മലിനജലം പുറത്തേക്ക് ഒഴുകി വരുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിശോധനയാണ് നടത്തിയത്. ആ പരിശോധന നടത്തിയ സമയത്ത് നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ ഉറവിടം പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ഒരു വിദഗ്ധമായ പരിശോധന നടത്തിയപ്പോൾ അതിനകത്ത് നിന്ന് മനസ്സിലായത് സ്റ്റേറ്റ് ബാങ്ക് പ്രവർത്തിക്കുന്ന തില്ലേരി കോംപ്ലക്സ് എന്ന് പറയുന്ന കെട്ടിടത്തിലെ ടോയ്ലറ്റുകളിൽ നിന്നും വരുന്ന വെള്ളം ശേഖരിക്കുന്ന മലിനജല ടാങ്ക് നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ബാങ്കുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട സമയത്ത് ആ ബാങ്കിൻ്റെ 3 ടോയ്ലറ്റുകളാണ് ബാങ്കിലുള്ളത്. അവിടെ അത്രയും ധാരാളം സ്റ്റാഫുകളുണ്ട്. ആ സ്റ്റാഫുകൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റിൻ്റെ ടാങ്കിന് കൃത്യമായ രീതിയിലുള്ള ആ ഒരു വലിപ്പമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടാങ്കിൻ്റെ ഒരു പ്രവർത്തനം കൃത്യമല്ലാത്തത് കൊണ്ടാണ് ഈ മലിനജലം പുറത്തേക്ക് ഒഴുകി വരുന്നതായിട്ട് കാണാൻ സാധിച്ചത്. ഉടൻ തന്നെ മാനേജറായിട്ട് നമ്മൾ ബന്ധപ്പെടുകയുണ്ടായത്. ബാങ്കിൻ്റെ നല്ല രീതിയിൽ സഹകരണ മാനേജർ ഭാഗത്തുണ്ടായി. അവർ വിഷയം അറിഞ്ഞിട്ടില്ല എന്നാണ് നമ്മളോട് പറഞ്ഞത്. എന്നിരുന്നാലും തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളിലുള്ള കച്ചവടക്കാരും ഒക്കെ തന്നെ നമ്മുടെ കൂടെ സഹകരിച്ച് വന്ന സമയത്ത് നമുക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഈ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞിരുന്നു. അവർ പുതിയ ടാങ്ക് നിർമ്മിക്കാനോ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താനോ തയ്യാറാവാതെ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ മാത്രം വെതറി പോവുകയാണ് ഉണ്ടായത്. വീണ്ടും ആ ടാങ്കിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്ന സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്ത് തന്നെയായാലും ഈ ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് വെള്ളം വരുന്നതുകൊണ്ട് എന്നുള്ള നിലയ്ക്ക് തന്നെ നഗരസഭ നേരിട്ട് ഇടപെട്ടുകൊണ്ട് തന്നെ ഈ 3 ടോയ്ലറ്റുകളും തൽക്കാലം അടച്ചിടുന്ന രീതിയിലേക്കുള്ളൊരു കാര്യവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ബിൽഡിങ്ങിൻ്റെ ഉടമസ്ഥൻ എന്തായാലും മുനിസിപ്പൽ ആക്ട് പ്രകാരം നിലവിൽ മലിനജലം പുറത്തേക്ക് ഒഴുക്കി വിട്ടതിന് 50,000 രൂപയാണ് പിഴയുള്ളത്. ആ പിഴ ഈടാക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.